ഒരു കൊച്ചു ഗ്രാമത്തിലൊരു സുന്ദരി 17 തികഞ്ഞുള്ള മണിമുഞ്ചത്തി. കോടികൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ 1 കോടിന്റെ മുകളിൽ എനിക്ക് കിട്ടിയതുണ്ട്. അപ്പൊ ഇപ്പം പറയുന്നുണ്ടല്ലോ ക്വാളിറ്റി കുറവ്, ലിറിക്സ് കുറവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന മനോരമ മ്യൂസിക് പോലും എൻ്റെ പാട്ടുകൾ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ്സാണ്. എനിക്ക് 2 കല്യാണം കഴിക്കുന്ന ആൾക്കാർ പോലും സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കരം എന്താ പറയണ്ടേ, ഭയങ്കരം ഹൈറ്റാണ് ആ കാര്യത്തിൽ. ജീവിതത്തിലേക്ക് കടന്ന മെഹനാസിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. എന്തൊരു വെള്ളപൂശലാണത് കേട്ടോ. ഈ ഒരു കമന്റ്സ് ഓൾറെഡി ഞാൻ കണ്ടു. ആശയം സെലക്ട് ചെയ്യാൻ പാടില്ലേ? ഒരു ക്വസ്റ്റ്യനാണ് എന്റെ. അകലെ പൈസ കിട്ടുന്നത് ഇവർക്ക് പ്രാന്ത്. കാരണം കമന്റ് അടിക്കുന്ന ആൾക്കാർക്ക് അവര് തൊഴിലാളികൾ ഒരുപാട് ഇതൊന്നല്ല, ഒരുപാട് എങ്ങനെ താജുഖ് ഖാന്റെ മകളുടെ വിവാഹം ചെയ്തു കൊടുത്തതും താജുഖ് 9 നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ 1% എന്ന് പറയണ്ട വടക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നത്? അതാ ഞാൻ ചിന്തിക്കുന്നത്. കാരണം നെഗറ്റീവിലൂടെയാണല്ലോ പബ്ലിസിറ്റി ആക്കുന്നത്. പ്രൊഡക്ഷൻ കമ്പനി എനക്കുണ്ട്. ഈ ആൽബത്തിൽ ഏറ്റവും കൂടുതൽ സബിലെ ചാനൽ എൻ്റെ ചാനലാണ്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് എനക്കാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നതും എനക്കാണ്. ഈ 3 സാധനം എനക്കാണ്. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഇന്ന് ഞാനുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥിയുടെ കൂടെയാണ്. 90കളെ മാപ്പിളപ്പാട്ടിലൂടെ ഹരം കൊള്ളിച്ച 90s കിഡ്സിനെ, ഇപ്പോൾ നമ്മളെയൊക്കെ പോലെയുള്ള എല്ലാ കിഡ്സിനെയും ഹരം കൊള്ളിച്ച തൻസീർ കൂത്തുപറമ്പ്. താങ്ക് യു. 90കളെന്ന് പറഞ്ഞപ്പോൾ ഇൻട്രോ അന്നേരം തന്നെ ഞാനിങ്ങനെ നോക്കി. കാരണം വെച്ചാൽ 90 എന്ന് പക്ഷേ ജനങ്ങൾ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ 1991 കാലഘട്ടത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം ജനിച്ച വാർഡ് 90s കിഡ്സ് എന്ന് പറയും. അല്ല, എനിക്ക് മനസ്സിലാവില്ല കേട്ടാ. 90 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വെച്ച് 1990 to 2000 ഇതിൽ ജനിച്ച ആൾക്കാരാണ് റെഡിക്ക് നിങ്ങൾ പറയുന്നത്. പക്ഷെ ജനങ്ങൾ വിചാരിക്കും ആ സമയത്താണ് ഞാൻ പാട്ട് ഫീൽഡിൽ വന്നതെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് കണക്കൂട്ടാണെങ്കിൽ 10-55 വയസ്സാവൂലേ? എന്താ വെച്ചാൽ ഇപ്പൊ ഞാനും ഇൻട്രോ പറഞ്ഞത് എന്നെ പോലെ 90കളിലെ കിഡ്സിനെ ചെയ്യും. 90 to 2000 അതാണല്ലോ നമ്മള് 90s കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും മാപ്പിളപ്പാട്ടിന് പുതിയൊരു തലം കൊണ്ടുവന്ന ഒരാളാണ്. ആദ്യം വിരഹവും വേദനയും അതിൻ്റെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു ആൽബം സോങ്ങിനെ ഒരു വൈബാക്കി കൊണ്ടുവന്ന ആളാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു ജേണി? റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫീൽഡിൽ വരുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പേര് വെച്ചിട്ടുള്ള പാട്ട് പ്രശ്നങ്ങളല്ല, അത് അന്നത്തെ ട്രെൻഡായിരുന്നു. പിന്നെ ഒരുവിധം സാഡ് സോങ് ആയിരുന്നു മൊത്തം വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അങ്ങനെ സാഡ് സോങ്ങിനോടൊന്നും അങ്ങനെ ഒരു ഇഷ്ടമില്ലല്ലേ. ഞാനിപ്പോൾ വണ്ടിയിലായാലും എവിടെ ആയാലും ഒരു അടിപൊളി മൂഡിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പല പാട്ടുകളും ഇങ്ങനെ കേൾക്കലുണ്ടാവും. അപ്പോൾ കേൾക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ വിചാരിച്ചു ഈ നമ്മുടെ ഒരു അടിപൊളി കുത്തിലെ മ്യൂസിക്കിൻ്റെ റാപ്പ് സോങ്ങിൻ്റെ ഒരു മൂഡിൽ ഇപ്പോഴത്തെ വരുന്ന പാട്ടുകളുണ്ടല്ലോ അതേപോലത്തെ സ്റ്റൈലിലാണ് ഞാൻ അന്ന് 2000 ആ സമയത്തിൽ 2010-11 കാലഘട്ടത്തിൽ എൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും ജാഗപോക റിതം സാധനങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പാട്ടുകൾ ഒരു സമയത്ത് എല്ലാ ആൾക്കാരും സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നു. കാരണം ലിറിക്സ് ചിലപ്പോൾ ചെറിയ രീതിയിൽ എന്നുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സാഹിത്യങ്ങളൊന്നും കൂടുതൽ കയറ്റാണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. പിന്നെ അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നടക്കുന്നത് കൊണ്ട് യൂട്യൂബിലെല്ലാം അങ്ങനെ വർക്കൗട്ട് ആകുന്നതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകളായിരുന്നു കൂടുതൽ ചെയ്തില്ല. പക്ഷെ ഇപ്പം അത് എന്താ പറയണ്ടേ, അതേ ട്രെൻഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതും. ഇപ്പോൾ എന്താ പറയുക, MHR ഒക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായി. ഇപ്പം നമ്മൾ ഡെബ്സി MHR എന്നൊക്കെ പറയുമ്പോൾ മലബാർ, അവർ ഡെബ്സി മലബാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് തന്നെ ഒരു ഹരമാണ് ഓരോ പാട്ടുകളും. അതിന് മുൻപൊക്കെ അവർക്കൊക്കെ മുൻപേ ഉള്ളൊരു ഗുരുവാണ് ശരിക്കും. ഗുരു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെക്കാട്ടി എത്രയോ വലിയ കലാകാരനാണ് MHR. കാരണം MHR ഇന്റർവ്യൂവിൽ പറഞ്ഞ ഞാൻ കണ്ടു. ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2014 കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത പാട്ടുകളുടെ കിക്കും അതെല്ലാം കണ്ടിട്ട് അവർക്കൊരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയാസ്, ചെറിയ എന്തെങ്കിലും ഒരു ഐഡിയാസ് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. കാരണം ഇപ്പോൾ ഡെബ്സിൻ്റെ പാട്ടുകളായിക്കോട്ടെ, MHR ചെയ്യുന്ന പാട്ടുകളെല്ലാം ഇന്ന് ട്രെൻഡാണ്. പിന്നെ കുറച്ച് വെറൈറ്റി കണ്ടന്റുകളാണ്, ആരും ചെയ്യാത്ത ഒരു മ്യൂസിക് പ്രൊഡക്ഷനാണ് MHR ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും ഒരു അംശം നമ്മളെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമില്ല കാര്യമില്ല അന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ 2014 ഈ ഒരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ മാപ്പിളപ്പാട്ട് ഇങ്ങനെയാണ്, ആൽബം ഇങ്ങനെയാണ്. പക്ഷെ
നമ്മൾ ഒരു വെറൈറ്റി ചിന്തിക്കുമല്ലോ, ഏത് ആൾക്കാർ കൊണ്ടുവരുന്നെന്ന് ഒരു ചിന്തിച്ചിട്ട് മാറ്റി വേറെ ചിന്തിക്കുക. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം അല്ലേ? അതെ. അപ്പൊ ഈ ഓട്ടോയിലും ബസ്സിലും ഒക്കെ ഈ മാപ്പിളപ്പാട്ടുകൾ കേൾക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. നമ്മൾ പ്രണയത്തിലേക്കൊക്കെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോവും ശരിക്കും. അങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ ഇക്കയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ പ്രണയം തോന്നിയിട്ടൊക്കെ? പ്രണയം തോന്നിയിട്ട് ആ സമയത്ത് എല്ലാ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുമല്ലോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും വേണ്ട, അതൊന്നും എൻ്റെ മൈൻഡിൽ. ഞാൻ ഓൾറെഡി ഈ ഫീൽഡിൽ വരുന്നത് തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ് മൈൻഡാണ്, പെണ്ണിന് ഒന്നും സ്ഥാനമില്ല. കാരണം ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പ്രൊഡക്ഷനിൽ എൻ്റെ ഒരു കമ്പനി ഓൾറെഡി ആൽബോയ്സ് പറഞ്ഞ കമ്പനി ഉണ്ട്. അതിൻ്റെ കീഴിൽ ഒരുപാട് ചാനൽസ് കാര്യങ്ങളെല്ലാം ഈ ആൽബമായിട്ടും പിന്നെ പല പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഞാൻ എന്നുള്ള കലാകാരനാണ്, എനിക്ക് ഇങ്ങനെ റേഞ്ചിലേക്ക് എത്തണം, അങ്ങനത്തെ സംഭവം ഒന്നുമല്ല. എൻ്റെ കണ്ടന്റ് ഓൾറെഡി വർക്കൗട്ട് ആവണം. അത് CD ടൈം ആണെങ്കിലും യൂട്യൂബ് ആയാലും ഇപ്പോഴത്തെ ഡിജിറ്റൽ ആയാലും കണ്ടന്റ് കയറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അതിൻ്റെ മുകളിൽ പ്രൊമോഷൻ ആയിക്കോട്ടെ, അതിലെന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യും. അല്ലാണ്ട് തൻസീർ കൂത്തുപറമ്പ് എന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും എനിക്ക് അന്നുമില്ല. പൈസ ഉണ്ടാക്കണം. അല്ലാണ്ട് ഇപ്പൊ 100 നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യം ഇപ്പൊ കലാഭവൻ മണിച്ചേട്ടനെല്ലാം വന്നോണ്ട് ഭയങ്കരം സംഭവങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂപ്പറെ പറ്റിയിട്ട് കുറേ ആൾക്കാർ പല കാര്യങ്ങളും ഇല്ലാത്തത് എല്ലാം പറഞ്ഞുണ്ടാക്കി. ഇന്ന് മരിച്ചപ്പോൾ മൂപ്പറെ പറ്റി നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. എന്ത് കാര്യം? മൂപ്പര് ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാലായിരിക്കും ചിലപ്പം പറയാൻ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ജനങ്ങൾക്ക് അന്ന് മൂപ്പറെ പറ്റിയിട്ട് നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷമായിട്ടുണ്ടാവും. റെഡിക്കോറിന് എന്താ വെച്ചാൽ ജനങ്ങളെടുക്കുന്ന കിട്ടുന്ന നല്ല വാക്കുകളാണ് റെഡിക്കോറിന് ഒരു അവാർഡ്. ഏറ്റവും വലിയൊരു അവാർഡ് അതാണ്, കലാകാരനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ അവാർഡ് അതാണ്. പിന്നെ ഞാനിത് മൊത്തമായിട്ട് മനസ്സിലാക്കി. കാരണം കമന്റ് അടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് അങ്ങനെയെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ ഇത് ബിസിനസ് ചെയ്തതുകൊണ്ട് എല്ലാം ഞാനത് കൺട്രോൾ. ഇപ്പൊ CD ടൈം ആണെങ്കിൽ A to Z CD ഷോപ്പ് കണ്ണൂർ തൊട്ട് അല്ലെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയിലെ A to Z CD ഷോപ്പിന്റെ എല്ലാം ഞാൻ കയറി പോയതാണ്. കാരണം മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പോയേ പറ്റൂ. മാർക്കറ്റിംഗ് അങ്ങനെ പഠിച്ചതാണല്ലേ? നമ്മൾ സ്വന്തം ഒരു പാട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന പഠിച്ചിട്ടാണ് പിന്നെ അത് ഇറക്കിയതല്ലേ? ഞാൻ മൊത്തമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഫുൾ പഠിച്ച് അടുത്ത 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നില്ല അതടക്കം പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. ഫീൽഡിൽ വന്നിട്ട് എന്താ പറയണ്ടേ, സ്റ്റാർട്ടിങ് സമയത്ത് പാട്ടുകളായിക്കോട്ടെ, ഞാൻ പ്രൊഡക്ഷനിലാണ് സ്റ്റാർട്ടിങ് ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ പാട്ട് പോലും എന്താ പറയുക പ്രൊഡക്ഷനിലാണ്. പിന്നെ അത് എന്താ പറയണ്ടേ, ആദ്യത്തെ പാട്ട് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടായിരുന്നു. ഒന്നത് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാ. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 തികഞ്ഞുള്ള മണിമുഞ്ചത്തി, ഉമ്മാക്കും ബാപ്പാക്കും പ്രിയമോള്, 7 ആങ്ങളമാർക്കൊറ്റ കനിപ്പങ്ങള്, നാട്ടിലും വീട്ടിലും. അത്ര മതിയില്ലേ? അല്ല സംഭവം കൂടുതൽ പാടിയ മെലഡി ക്ലൈവ് വരും. അത് ശരിയാ. അത് പിന്നെ അതായിരുന്നു ഫസ്റ്റ് സോങ്. പക്ഷെ ഞാൻ ഒരുപാട് പേരുടെ കൂട്ടത്തിലായിരുന്നു ആ സോങ് ഒരു CD ആയിട്ട് ഇറക്കിയത് 2020. പക്ഷെ അതിൽ പിന്നീട് അത് ഹിറ്റ് ആയപ്പോ അത് തന്നെ വേറെ ആയിട്ട് ഇറക്കിയില്ല. റെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൽബത്തിന്റെ പേര് 2020. ആൽബത്തിലെ എല്ലാ സ്റ്റാർസിനും അന്നത്തെ സ്റ്റാർസിനും എല്ലാവരെയും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. പാട്ട് കയറി പിടിച്ച് ആ 10 പാട്ടിൻ്റെ എൻ്റെ പാട്ടായിരുന്നു കയറി കത്തിയത്. അപ്പോൾ എൻ്റെ പാട്ട് 10ാം നമ്പറിലായിട്ടാന്ന് തോന്നുന്നു. ഈ പാട്ട് 10 നേരെ 1 ഇടാൻ വേണ്ടി CD ഷോപ്പുകാരനെ പറഞ്ഞ് തൻസീറെ ആദ്യത്തെ പാട്ട് 1 ഇട്, സീനിയറും മറ്റേതൊന്നും ഇതിൻ്റെ അത് നോക്കണ്ട, സെൽഫ് പ്രൊമോട്ട് ചെയ്യുക, ആദ്യത്തെ പാട്ട് 1 ഇടുക, കവർ ഫോട്ടോസിൻ്റെ അടുത്ത് എൻ്റെ ചെറിയ ഫോട്ടോ ആയിരുന്നു, CD ലാബിൾ ഉണ്ടാവുമല്ലോ, കുറച്ച് വലുതാക്കുക. എന്നിട്ടും ആൽബത്തിൻ്റെ പേര് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി. അത് ഒരു ഷോപ്പുകാരല്ല കേട്ടോ പറഞ്ഞ, ഒരുവിധം ഷോപ്പ് ഞാൻ മാർക്കറ്റിംഗ് കാണാനും നല്ല മൊഞ്ചായതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പൊ എന്നാലും കുറച്ചൊക്കെ ഇതുണ്ട്. അന്നെല്ലാം ഞാൻ മറ്റേ വെടിവേലു നല്ല ഭംഗിയായിരുന്നു, ഒരു കറുപ്പ് ചരടും. പക്ഷെ എന്നോട് പല ആൾക്കാരും എന്നോട് വിളിച്ചിട്ട് പറയാറുണ്ട് കേട്ടോ, എന്നോട് പറഞ്ഞു നിങ്ങൾ ഭയങ്കര ഭംഗിയാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അത്രയും സ്ലിമ്മുമാണ്. ഞാൻ ചിന്തിക്കും സംഭവം ചിലപ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട്, ചിലപ്പം നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോടുള്ളൊരു ഇഷ്ടം അതായിരിക്കും തോന്നുന്നു, അവരോടുള്ള ഒരു ആരാധനയാണ്, അങ്ങനെയുള്ള ഒരു ഇഷ്ടമായിരിക്കും. അല്ലാണ്ട് എന്റെ ഗ്ലാമർ വെച്ചിട്ടൊന്നും ഒരിക്കലും എന്താ പറയണ്ടേ. ഇല്ല അങ്ങനെയല്ല, സ്ലിം ആണെങ്കിലും ഭംഗിയുണ്ട്. ഇന്ന് അതിലും കൂടി കുറച്ചും അല്ല, അത് എനിക്ക് കുറെ ഇൻസ്പിറേഷൻ കുറെ കാര്യങ്ങളുണ്ട്. കാരണം എന്റെ മുടി ഇവിടെ ഒരു കെട്ടലുണ്ടായിരുന്നു, ബ്ലാക്ക് കെട്ട്, അതാ പറഞ്ഞത്, അതായിരുന്നു ഒരു വെറൈറ്റി സ്റ്റൈലായി. പിന്നെ കുറെ പ്രോഗ്രാമിലെല്ലാം ഞാൻ പോകുമ്പോൾ എന്റെ ഡൂപ്പായിട്ട് കുറെ മുടിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെയെല്ലാം വെച്ചിട്ട് പല ആൾക്കാരും വരും, ഞാൻ ഇത് തൻസീറിന്റെ ഡൂപ്പാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എടാ
അന്നല്ലോ ഫീലിംഗ് അതുകൊണ്ട് മമ്മൂക്ക എനിക്കൊരു dupe പോന്നെ. എനിക്കൊരു പല സ്ഥലത്തും ഇങ്ങനെ കാണലുണ്ട് എൻ്റെ അതേ ഫേസ് കെട്ട് ചിലപ്പോൾ സംസാരം പോലും എൻ്റെ ഞാൻ പറഞ്ഞു മാഷാ അല്ലാ ഇങ്ങനെ പറയല്. അപ്പൊ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്കിനി ഇപ്പൊ ഇറങ്ങിയ ആ ഒരു സോങ്ങിലേക്ക് വന്നിട്ട് ഇനി പഴയ കാര്യങ്ങളിലേക്ക് പോകാം. കുഞ്ഞു പെങ്ങളുടെ കല്യാണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് കുഞ്ഞുങ്ങളുടെ കല്യാണം 9ാം ഭാഗം. അതൊരു സീരിയല് പോലെ ഇങ്ങനെ ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു ട്വിസ്റ്റും കൂടി അതിൽ ഇട്ടിട്ടാണ് അത് അവസാനിക്കുന്നത്. അത് എല്ലാ വർഷവും എന്നുകൊണ്ട് 1 തൊട്ടിട്ട് ഈ ഒരു സമയം വരെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റും, കാരണം ആൾക്കാർക്ക് അടുത്ത കൊല്ലം കാണണല്ലോ, എന്തെങ്കിലും പ്രതീക്ഷ വേണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നതാണ്. അതിൽ എടുത്തു പറയണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഞാൻ ആ വീഡിയോ 5 ലക്ഷം 6 ലക്ഷം ആൾക്കാർ കണ്ടു, 8 ദിവസമേ ആയിട്ടുള്ളൂ. അതിലെല്ലാവരും ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതിലൊരു കാര്യമാണ് ജാസീനെ ആഷീനെ എന്തുകൊണ്ടാണ് ഇതിൽ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടായിരുന്നു ജാസീനെ ആഷീനെ സെലക്ട് ചെയ്തത്? ജാസി ആഷി സെലക്ട് ചെയ്യാൻ പാടില്ലേ? എല്ലാവരും ക്വസ്റ്റ്യനാണ് എൻ്റെ. എല്ലാരും പറയാൻ അത്രക്കും കൂടെ അഭിനയം പോലെ കോപ്രായം കാണിക്കുവാണെന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനും കൂടി പാടില്ല. എൻ്റെ അഭിപ്രായത്തിലും അതുപോലെ നമ്മളെ ടീമിൻ്റെ ക്രൂവിൻ്റെ അഭിപ്രായത്തിലും അഭിനയം നല്ല അഭിനയമായിരുന്നു. പക്ഷെങ്കിൽ അവർ ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഒരു 5-6 വർക്ക് അല്ലെങ്കിൽ ഒരു 10 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് തന്നെ അവർക്ക് വരും. പക്ഷെങ്കിൽ ഒരു സമയമാകുമ്പോഴേക്കും അവർക്ക് പോസിറ്റീവായിട്ട് വരും, കൺഫേമാണ്. വർക്കിൽ അവർ റിയൽ ലൈഫൊന്നും നമ്മൾ വർക്കിൽ കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ അവരിപ്പോ റിയൽ ലൈഫാണോ പോലീസ് വേഷം? താടിയിലെ പോലീസൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതിലേക്ക് താടിയുള്ള പോലീസ് എവിടെയെങ്കിലും അങ്ങനെ ഒരു കോമഡി. അത് ഓൾറെഡി എനിക്ക് വേണ്ടി ഓനെ കൊണ്ട് താടി ഷേവലും ചെയ്യിപ്പിച്ച് ആശിനെ കൂടി ചെയ്യിപ്പിക്കുക. പക്ഷെ ആവശ്യമില്ല, നമ്മൾ റിയൽ ലൈഫിലെ സാധനങ്ങളൊന്നും ഒരിക്കലും വർക്കിൽ കിടണ്ട. ഇപ്പൊ ഹരിശ്രീ അശോകര് എത്ര മൂവിയിൽ പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. താടിയില്ലേ? താടിയില്ലേ? കൃഷ്ണനായിട്ട് വന്നില്ലേ? അപ്പൊ താടിയില്ലേ? പക്ഷെ എന്നാലും അതൊക്കെ പഴയ സിനിമകൾ നമ്മൾ അന്നേരം അല്ല, അത് സിനിമന്റെ പ്രശ്നമല്ല. ഹരിശ്രീ അശോകനെ ആൾക്കാർ അംഗീകരിച്ചത് കൊണ്ടാണ് അവനെ നെഗറ്റീവ് അടിക്കാത്തത്. ഹരിശ്രീ അശോകനെ അംഗീകരിച്ചോണ്ട് ജാസിന് ഇവരെ കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു 50% ആൾക്കാർ അംഗീകരിച്ചിട്ടില്ല. 50 അല്ല, ചിലപ്പോൾ 75 ഹേറ്റേഴ്സ് ആണ് കൂടുതൽ. 75 കിട്ടോ, ബാക്കി 25% അവർക്ക് ഉണ്ട്. അവർക്ക് ഓഡിയൻസ് ഉണ്ട്. കാരണം ഞാനിതെല്ലാം കാണാണ്ടൊന്നും ഒരിക്കലും അവരെ വെച്ചിട്ട് വർക്കൊന്നും ചെയ്യാനല്ലോ. അല്ലാണ്ട് എനിക്കിപ്പോ എന്താ പറയണ്ടേ, എനിക്ക് ഈ വർക്ക് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്ക് ജാസിനും ആഷിനും ഒന്നും റെഡിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വൈഫ് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ചിരിക്കുന്നു, മറ്റേ പൊന്നു സഖി ഇതിന്റെ കോമഡിയിൽ കണ്ടിട്ട് ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവള് ചിരിക്കുന്ന ഞാൻ നോക്കും, എന്തിട്ട് ഇവള് നോക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവരെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഇതാരാളാരാന്ന്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കരമാണ്. ആ വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണലിൻ്റെ ചിരിക്കൽ തന്നെയാണ്. കോമഡി വീഡിയോസ് ഉണ്ടല്ലോ അവരെ. അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത വർക്കിലല്ലോ ഇവരെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇവരെ പറ്റിയിട്ട് പഠിച്ചു നോക്കുമ്പോൾ ഫുൾ നെഗറ്റീവാണ് വരുമെന്ന് കൺഫേം ആയി. അപ്പോൾ ആദ്യം ജാസി ഇവർ ആശയെല്ലാം സംസാരിച്ച് എന്താ പറയണ്ടേ, സ്ക്രിപ്റ്റ് ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ തന്നെ എഴുതുന്നു. അപ്പോൾ ട്രോളർമാർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? എന്നുവെച്ചാ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു എന്താ പറയുക ഹൈപ്പാക്കാനല്ലേ ശ്രമിച്ചത്. കാരണം ഇന്ന് എന്ത് പടങ്ങളായിക്കോട്ടെ, എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ, അവിടെ നെഗറ്റീവ് എന്തായാലും സാധനം ഇട്ടിട്ട് പ്രൊമോട്ട് ചെയ്യും. അതേ ഞാൻ യൂസ് ചെയ്തില്ലു. കാരണം ജാസി ആഷിയും പറയുന്ന ഡയലോഗ്സ് പോലും പ്ലാൻഡ് ആണ്. ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ സാധനം വരണം. കാരണം അങ്ങനെ വന്നാലേ ആൾക്കാർ കമൻ്റ് അടിക്കും. ഇങ്ങനെ ഇത്ര കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് കുറച്ച് കൂടുമ്പോൾ പോസിറ്റീവ് ഓൾറെഡി നമുക്ക് ഈ വർക്കിന് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ ജമ്പാവും പെട്ടെന്ന്. യൂട്യൂബ് വ്യൂസ് ഇപ്പോൾ ഓൾറെഡി 5-6 ദിവസം കൊണ്ട് വ്യൂസ് ജമ്പായി 6 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തി. വ്യൂസ് അത് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽബത്തിനായിട്ട് തന്നെ ഒരു 100ഓളം ചാനലുണ്ട്. ഈ ഒരു അടുത്ത മാസം തൊട്ടിട്ട് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് വരുമ്പോൾ ഒരു മാക്സിമം ഒരു 1 ഇയറിനെ കൊണ്ട് ഒരു 5-6 CR വ്യൂസ് കൂളായിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാകും. നമ്മൾ മുതലും ലാഭം എല്ലാം നമുക്ക് കൂളായിട്ട് കിട്ടും. അപ്പോൾ ഈ മെയിൻ ചാനൽ മാത്രമല്ല, എല്ലാ ചാനലിനേക്കും വേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കും. ഞാൻ പിന്നെ ബിസിനസ് പരമായിട്ട് നമ്മൾ എന്തും അതിൻ്റെ അകത്ത് ചെയ്തു വെക്കല്ലോ. ജാസി ആഷിന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് വന്ന ആൾക്കാർ മൊത്തം 60 ആൾക്കാരുണ്ട്. 60 വേറെ കാര്യം തരുവാ, ഈ 60 ആൾക്കാരെ ഒരു വർക്കിലേക്ക് വെക്കണ്ടെങ്കിൽ എത്ര പണിയുണ്ടെന്ന് അറിയോ? കാരണം ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരേ സമാന് വേഷങ്ങളെല്ലാം ഒരാൾക്ക് കൂടിപ്പോയി അങ്ങനെയൊന്നുമില്ല. 60 ആൾക്കാരെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടെങ്കിൽ നല്ല പണിയാണ്. അത് ചെറിയൊരു സംഭവമല്ല. ഇത്രയും ഈ 60 ആൾക്കാരും അത്യാവശ്യം കുറച്ച് പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരാണ്, പാട്ടുകാരായാലും അഭിനേതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ആഷിയുടെ കാര്യം പറയാം. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ആഷി ശരിക്കും
ശരിക്കും ജാസിയുടെ കൂടെ ആഷി അഭിനയിക്കണം എന്ന് ആരാ വാശി പിടിച്ചതാണോ അതോ സ്വന്തം തോന്നിയതാണോ? വാശി പിടിച്ചതാണ്. ഞാൻ എന്നെ ജാസിനോട് ഫസ്റ്റ് തന്നെ പറഞ്ഞു, ആഷിക്കും നിങ്ങൾക്കും ഒരേ ക്യാരക്ടറാണ്, ഇങ്ങനെയാണ് എന്നുള്ള സംഭവം ഞാൻ തന്നെ പറഞ്ഞതാണ്. ആഷിക്ക് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കേണ്ട കോമഡി കോമഡിയെ ചെയ്യാത്ത സീരിയസ് ആണ്. റെഡിക്ക് ആഷിന്റെ അധികം വീഡിയോയിൽ പിന്നെ ജാസിയെ കൊല്ലാന്ന് ചിക്കൻ പീസും അത് അടുത്ത ഭാഗമുണ്ട് അതിന്റെ. അത് പാർട്ട് 2 കറക്റ്റ് മനസ്സിലാവും എന്തിനു പോയത് അങ്ങനത്തെ സംഭവം. ആ ഓട്ടം ഇല്ലേ, അത് നല്ല കോമഡി ആയിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു. വട്ടം കണ്ടു. ഷൂട്ട് ചെയ്യുമ്പോ എഡിറ്റിംഗിലാണ് മറ്റേ ടോ ടോ ശബ്ദം വരുന്നുണ്ടല്ലോ, അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ഇവനോട് ആഷിനോട് പറയുന്നുണ്ട്, ആവേശത്തിൽ ചെയ്തൊരു സാധനം ഇല്ലേ ഇത് ഫഹദിന്റെ, ആ സാധനം നമുക്ക് ഇവിടെ കിട്ടണം, അത് ചെറിയൊരു കോപ്പി അടിച്ച പോലത്തെ ആ സീൻ എന്ന് പറഞ്ഞു. ഓന് മനസ്സിലായി. അപ്പൊ സൗണ്ട് ഇട്ട് തരുമോ? ആയിക്കോട്ടെ അവിടെ അതെ, അത് ശരിക്കും എനിക്ക് അത് കണ്ടതിൽ എനിക്കൊരു ചിരി വന്നത് അവിടെയാ. ശരിക്കും ആഷിയുടെ ആ അഭിനയത്തിൽ എനിക്കൊരു ചിരി വന്നു. പക്ഷെ ജാസിക്ക് അത്ര വലിയൊരു ഹൈപ്പ് കൊടുക്കണമെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപിയൊക്കെ കാണിക്കുന്നത് പോലെ നെഗറ്റീവില് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരിക്കാം വരാൻ, ആ വർക്കില് ആയിരിക്കാം വരാന്, ഉറപ്പല്ലേ? അപ്പൊ അവരെല്ലാം ഹൈപ്പ് ആക്കേണ്ടത്. അപ്പൊ അവരെ ഹൈപ്പാക്കിയാലേ നമുക്ക് ബിസിനസ് നടക്കുമോ? അപ്പൊ അവരെന്ത് ചെയ്യാം, മാക്സിമം അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അത് മാത്രല്ല കേട്ടാ, ഇവർ ഈ വർക്കിലേക്ക് വന്ന് നോയിക്കോ, അടുത്ത ഒരു 1 ഇയറിനുള്ളിൽ അവർ ഫിലിമിൽ കൺഫേം ആയിട്ട് കയറി. ഓൾറെഡി എനിക്കിപ്പോൾ ഒരു കോള് പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ടുണ്ട്, ജാസിന് ആഷിനൊരു സിനിമയിലേക്ക് ആവശ്യമുണ്ട്, എന്താണ് അവരെ ഇത് എന്നല്ലോ. ഞാൻ ഓൾറെഡി നമ്പർ തരങ്ങൾ ഡയറക്റ്റ് സംസാരിച്ചു. കൺഫേം ആയിട്ട് അവർ അടുത്ത ഒരു 1 ഇയറിനോട് സിനിമയിൽ കൺഫേം ആണ്. അതൊന്നും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫുക്രൂന് ആദ്യമായിട്ട് ആൽബത്തിൽ കൊണ്ടുവരുന്ന നമ്മളാണ് 2019. അവൻ ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഫുക്രൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഫുക്രു ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിനെ കൊണ്ട് നിന്റെ ഫുൾ ചേഞ്ച് ആവും. കാരണം എനിക്ക് ഹൈറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ബിഗ് ബോസിന്റെ മുന്നേ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം വരും. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളായിരുന്നു ഫുക്രൂന. കറക്റ്റ് എത്ര 6 മാസം കൊണ്ട് ബിഗ് ബോസിലും കയറി, മൂവിയിലും കയറി. ഒരുപാട് ആൾക്കാർ അനക്കന്നെ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ, ഡയറക്ടേഴ്സ്. ഞാൻ ഈ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് മൂവിൻ്റെ എല്ലാം നമ്മളിത് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് ഉണ്ട്. അപ്പോൾ അവരെല്ലാം എനിക്ക് ചോദിച്ചു, ഒന്ന് ഫുക്രു ഞാൻ പറയും, എന്താടാ അത് മൂവിയിലേക്ക് ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരാളെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ജാസിനോടും പറഞ്ഞു, എന്തായാലും ഈ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം കിട്ടും. പിന്നെ നല്ല പൈസ കൊടുത്തിട്ട് തന്നെയാണ് അവരെ നമ്മൾ ഓൾറെഡി കൊണ്ടുവരുന്നത്, അല്ലാണ്ട് ഫ്രീ ആയിട്ടൊന്നല്ല. ജാസി ഇന്റർവ്യൂവിനായിക്കോട്ടെ എല്ലാത്തിനും പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ജാസി എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ പൈസ എന്നാ തൻസിക, അപ്പോൾ ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു പൈസ പ്രശ്നമില്ല ജാസി, ഓൾറെഡി നമ്മളിതാണ് കണ്ടന്റ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ആഷിയും ഇവരും 2 കൂടി വരണം. ഇത് ഒരാൽബം ഇനി വരാൻ പോകുന്നുണ്ട്, ഒരു ആൽബം കൂടി. എല്ലാത്തിലും ജാസി ആഷി ഉണ്ട്. അല്ല അങ്ങനെയല്ല, ഒരു നമ്മൾ അന്ന് ഒരു ദിവസം കൊണ്ട് ജാസി മരിച്ചോ ഇതില്? ഇല്ല ഇവര് ഫുള്ള് ഇന്റർവ്യൂവിന്റെ മൊത്തത്തോടെ ജാസി ആഷി അതില്ലേ, അത് വിട്ട് നമ്മളിനി അടുത്തത് പിടിക്കും. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഈ ജാസി ആഷിയും ഭയങ്കര ഇഷ്ടമുള്ളവരും ഉണ്ട്, അവർക്ക് വേണ്ടി ചോദിക്കുന്നത്. കാരണം എന്നെ എയറിലാക്കേണ്ട പല പരിപാടികൾ ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നല്ല പൈസ വാങ്ങിയോ ശരിക്കും ജാസി ഇതില്? അവർക്ക് കൊടുക്കേണ്ട പൈസ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പൈസ കറക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയണ്ടേ. പക്ഷെ അവർ നല്ല സ്നേഹമുള്ള കൂട്ടറാണ്. നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പം ഞാൻ ഒരു എമൗണ്ട് അവർ ആദ്യം ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജാസി ഒന്ന് ചെറുങ്ങനെ ഒന്ന് നമുക്കിത് ചെയ്തുകൂടെ, കാരണം ഫിലിമല്ല ആൽബമാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആശയമായിട്ടൊന്ന് സംസാരിക്കട്ടെ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞാൻ പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തു. ഫസ്റ്റ് കുഞ്ഞോടെ കല്യാണം ഉണ്ട്, പിന്നെ വേറൊരു വർക്കുണ്ട്, 2 വർക്കാണ്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് പിന്നെ അവരെ സംബന്ധിച്ചിട്ടും എന്നാ പറയണ്ടേ, ഇനി വരാൻ പോകുന്ന വർക്ക് അടിപൊളി വർക്കുമാണ്. ഒരു ലവ് സ്റ്റോറി സംഭവം. നെഗറ്റീവ് എന്തായാലും അടിക്കണം നിങ്ങൾ, എന്നാലേ ആ സാധനം റീച്ച് ആവും. നെഗറ്റീവിലൂടെ ഇങ്ങനെ റീച്ച് ആവണമെന്ന് ശരിക്കും ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ. അല്ല, നെഗറ്റീവ് കമന്റ് അടിക്കുക, പക്ഷെങ്കിൽ കണ്ടന്റ് നല്ല അടിപൊളി കണ്ടന്റ് കൊടുക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഇതിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇവർ ഇൻസ്റ്റാഗ്രാമിലും ഇവരെ യൂട്യൂബിൻ്റെ അകത്തും ഒരു 1000 ആൾക്കാർ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വിചാരിച്ചോ. എന്തായാലും ഈ സാധനം 1000 ആൾക്കാരെ റെക്കമെൻഡിലും സാധനം വന്ന് കിടക്കൂലേ, നമുക്കല്ലേ പൈസ കിട്ടുന്നത്. ഇവർക്ക് പ്രാന്ത്, കാരണം കമന്റ് അടിക്കുന്ന ആൾക്കാർക്ക് അവര് ഈ ഇൻസ്റ്റയിലും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, തൻസീറെ നിനക്ക് വേറൊന്നും പണിയില്ലേ, അല്ലെങ്കിൽ നിന്നെ ഇത്ര നാൾ ഇഷ്ടം ഉണ്ടായിരുന്നു, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഓഡിയൻസിനോട് പറയാം, അങ്ങനെ എന്നെ ഒരു കാരണവശാൽ നിങ്ങൾ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണ്ട. ഇത്രയും നാളൊരു ഇഷ്ടമുണ്ടായിരുന്നു, പാട്ടിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഡയറക്ഷൻ പറ്റാത്ത പണിയാന്നൊക്കെയാണ് തൻസീറക്കോട് ആൾക്കാർ പറയുന്നത്. പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും വേണ്ടേ, അത്
എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ കമൻറ്റ് അടിക്കുന്നത്. എന്നോട് ഇഷ്ടമില്ല ഒരാളാണെങ്കിൽ എന്നോട് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻസിക്ക ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ജാസിനെ ആഷിനെ ഇടുന്നതാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത് അതൊന്നല്ല, ഇത് നേരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയല്ലേ ഇന്ന് ഇവരെന്തിനാ ഇട്ടത്, ആൽബത്തിൽ ഇങ്ങനെ വെള്ള പൂശുന്നതാണോ മറ്റേതാണോ മറിച്ചാണോ എന്നുള്ള പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിനി എത്ര കമൻറ്റ് അടിച്ചു കഴിഞ്ഞാലും എത്രത്തോളം നിങ്ങളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കമൻറ്റ് അടിക്കുന്നു അത്രത്തോളം എൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങനെ കൂടി വരും. കാരണം ഇതെല്ലാം ഫണ്ടൊക്കെ വരുന്നത്. പക്ക ബിസിനസ്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ പക്ക ബിസിനസ്സാണ്. ഒരു കാരണവശാലും ഇതിൽ വന്നിട്ട് എനിക്ക് വന്നോട്ടെ കലാകാരൻ അങ്ങനത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര വന്നോട്ടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എല്ലാവരും ഇതിൽ പറഞ്ഞ ഇക്കയുടെ പാട്ടുകൾ ആദ്യം തൊട്ട് നോക്കുവാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇവ താജൂക്ക അല്ലെങ്കിൽ ഷാഫി കൊല്ല ഇവരൊക്കെ ചെയ്ത് വെച്ചതിനേക്കാളും കുറച്ചൊരു ക്വാളിറ്റി കുറവുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താണ് ഒരു മറുപടി? ക്വാളിറ്റി നോക്കാറില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിൻസാ, ഇപ്പോൾ ഈ ആൽബം മീഡിയയിലായിക്കോട്ടെ മാപ്പിളപ്പാട്ടിലെ സിംഗേഴ്സിലായിക്കോട്ടെ പ്രൊഡക്ഷൻ കമ്പനി എനക്കുണ്ട്. ഈ ആൽബത്തിൽ ഏറ്റവും കൂടുതൽ സബിലെ ചാനൽ എൻ്റെ ചാനലാണ്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് എനക്കാണ്, ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നതും എനക്കാണ്. ഈ 3 സാധനം എനക്കാണുള്ളത്. സ്റ്റേജ് പ്രോഗ്രാം ആയാലും ചിലപ്പോൾ എനക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ ഇവരെ ഇതിൽ കൂടുതൽ വരുന്നത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാൻ എന്നാ വേണ്ടത്? പൈസയാണ്. അത് എൻ്റെ അടുക്ക് ഉണ്ടോ? പൈസ ഉണ്ട്. അപ്പൊ എനിക്ക് ഉണ്ടാക്കി കൂടെ? എന്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല? അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇത്രയും ഈ പറഞ്ഞ ഒരുപാട് സിംഗേഴ്സ് നല്ല ഹെവി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1000 വ്യൂസിലും 2000 വ്യൂസിലും. അത് നമ്മുടെ ഒരു പാട്ട് 100% ആണെങ്കിൽ ഒരു 25% നെഗറ്റീവിൻ്റെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക, ഒരു 25% പ്രശ്നങ്ങൾ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കണം, എന്നാലേ ആ പാട്ട് വൈറലാവും. ഞാൻ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വർക്കൗട്ട് ആവും. അല്ലാണ്ട് ഇപ്പോൾ തൻസീർ എന്ന കലാകാരനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ നല്ല നിങ്ങളിപ്പം പറഞ്ഞ പോലെ ക്വാളിറ്റി ലിറിക്സിലും ഇതിലും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് ചിലപ്പോൾ വ്യൂസ് ഉണ്ടാകണമെന്നില്ല, ബിസിനസ് നടക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ മീഡിയയിലുള്ള ആൾക്കാർക്കും ഇതിൻ്റെ ബാക്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും പക്ഷെ ഇത് കാണുന്നത് ജനങ്ങളല്ലേ. ശരിക്കും തൻസീർ കൂത്തുപറമ്പ് ഒരു ബിസിനസ് മാൻ ആണോ കലാകാരനാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ബിസിനസ് മാൻ. ഒരു കാരണവശാലും ഞാൻ കലാകാരനെന്ന് പറയില്ല. കാരണം കലാകാരന്മാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ വന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ചെറിയ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ 17-ാം വയസ്സിലാണ് ഞാൻ ഓൾറെഡി ഇതിൽ വരുന്നത്. അതിൻ്റെ മുന്നേ കുറേ റിസർച്ച് ചെയ്ത് ഇതിൽ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ആരും കഷ്ടപ്പെടാത്ത ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പാട്ടിൻ്റെ മുകളിലല്ല, ഇതിൻ്റെ ബിസിനസ് മാർക്കറ്റിങ്, ഇതെന്താണ് ചെയ്യുന്നത്, ഇവരെവിടെയെല്ലാം ഫ്ലോപ്പായി. ഈ പാട്ടുകാരെല്ലാവരും നിങ്ങളുടെ അവസ്ഥകൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ടിൽ ഒരുവിധം പാട്ടുകാരെല്ലാം ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ റിയൽ ലൈഫ് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടില്ല, അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഇല്ല, ബാങ്ക് ബാലൻസ് ഇല്ല, കാറില്ല, ഒരു മണ്ണം കെട്ട പോലെ അവർക്ക് സംഭവമില്ല. എന്തുകൊണ്ടില്ലാത്തത്? ഹിറ്റുകൾ മാത്രം, പാട്ടുകൾ കുറേ ഹിറ്റുകൾ മാത്രം. ഞാനിങ്ങനെ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു സമയത്ത് ഒരു സിംഗറെ ഞാൻ വിചാരിച്ചു ഓൻ്റെ അക്കൗണ്ടിൽ ചിലപ്പോൾ ഒരു 1-2 കോടി രൂപയെല്ലാം ഉണ്ടാവും. ഞാൻ അവരെ വീട്ടിൽ പോയിക്കുമ്പോൾ ക്വാർട്ടേഴ്സിലാണ് വീട്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിങ്ങനെ വെള്ളം ചാടിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, കാരണം ഞാനൊരു ബിസിനസ്സായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട് ബിസിനസ് എല്ലാം ഒന്ന് ഉഷാറാക്കിയിട്ട് വേണം എന്നിട്ടും അടിപൊളിയാക്കണം എന്നുള്ള സംഭവത്തിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള സിംഗേഴ്സിൻ്റെ അവസ്ഥ തന്നെ ദയനീയ അവസ്ഥയാകുമ്പോൾ ഞാൻ ആകെ ഷോക്കായി. പക്ഷേ പിന്നെ ഞാൻ പഠിച്ച് എവിടെയാണ് ഇവർക്ക് ഫ്ലോപ്പായത്, ഈ സിംഗേഴ്സിന് എവിടെയെല്ലാം പ്രശ്നങ്ങൾ വന്നത്, അത് മൊത്തം പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സിംഗർ എന്നുള്ള ലെവലിൽ അവർ ചെയ്യുന്നില്ലോ. അവർ ഒരു സാമ്പത്തികമായിട്ടൊന്നും കിട്ടണം അല്ല, ഒരു പാട്ട് പാടി അന്ന് എനിക്ക് തോന്നുന്നു 2010-11 കാലഘട്ടത്തിൽ ഒരു പാട്ട് പാടാൻ അന്ന് ഇവർ വാങ്ങുന്ന 5000 രൂപ പാടാനും അഭിനയിക്കാൻ 10-15 രൂപ അങ്ങനെ വാങ്ങിക്കുന്നു. ഒരു 20,000 രൂപ അവർക്ക് 2-3 ദിവസം കൊണ്ട് അവർക്ക് കിട്ടി. പിന്നെ അവർക്ക് വേറൊരു ഫണ്ട് അതിൻ്റെ മുകളിൽ കിട്ടുന്നില്ല. പക്ഷേ ഈ കണ്ടൻറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി അവർ ഓൾറെഡി ചിലപ്പോൾ പ്രൊഡക്ഷൻ അവരാണല്ലോ, ഇതിൽ ചിലപ്പം ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ടൂൺസിന്റെ മുകളിലും ഓരോരോ പാട്ട് എനിക്ക് ഓരോരോ പാട്ട് കോടികൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ 1 കോടിന്റെ മുകളിൽ എനിക്ക് കിട്ടിയതുണ്ട്. അപ്പോൾ ഇത്രയും കൊല്ലം കൊണ്ടല്ലോ എത്ര ഫണ്ടുകൾ ഹലോ ടൂൺസിന്നും യൂട്യൂബിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ടാവും പ്രൊഡക്ഷൻ കമ്പനികൾ കേട്ടാ. പക്ഷെ സിംഗേഴ്സിന് കിട്ടുന്നുണ്ടോ? പക്ഷെ ഞാനൊരു സിംഗർ ആയതുകൊണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള വർക്കുകൾ ഒരു സമയം കഴിഞ്ഞ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഞാൻ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ കമ്പനിക്ക് പാട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയം കഴിഞ്ഞ പാട് ഞാൻ ഓൾറെഡി എന്നോട് മനോരമ മ്യൂസിക് ആയിരുന്നു എൻ്റെ പാട്ടുകൾ മാർക്കറ്റിംഗ് ഒരു സമയം കഴിഞ്ഞാൽ പാടും ചെയ്തത്.
ശരിക്കും മനോരമ മ്യൂസിക് ആകെ ചെയ്തത് ചിത്രേച്ചിൻ്റെ പാട്ടുകൾ മാത്രമേ അവർ മാർക്കറ്റ് ചെയ്തില്ലൂ. അങ്ങനത്തെ എൻ്റെ ഇപ്പം പറയുന്നുണ്ടല്ലോ ക്വാളിറ്റി കുറവ്, ലിറിക്സ് കുറവ് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന മനോരമ മ്യൂസിക് പോലും എൻ്റെ പാട്ടുകൾ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ്സാണ്. ബിസിനസ്സാണല്ലോ. ഒരിക്കലും ക്വാളിറ്റി മനോരമ പോലും നോക്കിയിട്ടില്ല. കാരണം മനോരമ എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, തൻസീറെ ഇനി നീ വേറൊരു കമ്പനിക്ക് പാടിക്കൊടുക്കണ്ട, നമ്മളെ മനോരമയിൽ തന്നെ ചെയ്യും. കാരണം അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് തന്നെ. കാരണം ഓരോ വർക്ക് വരുമ്പോൾ ന്യൂസ് പേപ്പറിലും മറ്റേതിലും അവരെ പല രാജ്യത്തിൽ പോലും അവരെ CD-ൻ്റെ എൻ്റെ പാട്ടുണ്ട്. മാപ്പിളപ്പാട്ട് കേൾക്കാത്ത പല ലണ്ടനിലും ഇതിലും അവരെ ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ബുക്ക് സ്റ്റാളിലെല്ലാം മനോരമയുടെ CD-കളുണ്ട്. അവിടെ പാട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഓൾറെഡി നമ്മളെ ഓഫീസിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് പറയും ലണ്ടനിലല്ലോ, നമ്മൾ മാപ്പിളപ്പാട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്, തൻസീറിന് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഞാൻ തന്നെ ചിന്തിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാർക്കറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പൾസ്. മനോരമ ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മനോരമ പറയുന്ന പോലെ എന്നോട് പറഞ്ഞു വേറെ മാർക്കറ്റിംഗ് കമ്പനിക്ക് എനിക്ക് പാടിക്കൊടുക്കരുത്. കറക്റ്റായിട്ട് അങ്ങനെ ചെയ്ത് CD ടൈം ഇട്ടാ. പിന്നെ യൂട്യൂബെല്ലാം വന്ന് പിന്നെ നമ്മൾ ഡയറക്റ്റ് യൂട്യൂബായിട്ട് ഡയറക്റ്റ് യൂട്യൂബ് ചാനൽ ഒരുപാട് ചാനലുണ്ട്. ഒരുപാട് നമ്മൾ ടോട്ടൽ 200-300ഓളം ചാനൽ എൻ്റെ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുമാരെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. പല പരിപാടികളും കോടികൾ അതിന് കണക്കായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ വിചാരം നമ്മളിത് വെറുതെ ഇരിക്കുന്നതാണ്. കാരണം നമ്മളിപ്പം പണി തന്നെ എടുക്കുന്നുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിനുള്ളിൽ എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ആളാണ് അല്ലേ? റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മുടെ കഷ്ടപ്പെടാൻ ചിലപ്പോൾ തയ്യാറില്ല ആൾക്കാർ ചിലപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആരും അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട പോലെ എനിക്ക് തന്നെ ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇതെല്ലാം പറയും കേട്ടോ. ഫുൾ എൻ്റെ കാര്യങ്ങൾ മൊത്തം എൻ്റെ എല്ലാ ഡീറ്റെയിൽ അറിയുന്ന ഒരൊറ്റൊരാൾ അവളായിരിക്കും. ഫുൾ ഡീറ്റെയിൽ എൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ എന്നെ ആരെല്ലാം എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ആരെല്ലാം എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെല്ലാം എന്നെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അതെല്ലാം അവർക്കറിയാം. ഹാജറ. അപ്പോൾ ആജുവിനോട് ഞാൻ ഇത് പറയുന്ന സമയത്ത് ആജുവിനോട് നിങ്ങളെങ്ങനെ ഇതെല്ലാം സഹിക്കുന്നേ, അല്ലെങ്കിൽ ഇത്രയും. പക്ഷേ അവളോട് ഞാൻ പറയലുണ്ട്, ഞാനിപ്പോൾ 2010 എന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ പാട്ടുകാരനെ ഒരുപാട് ആൾക്കാർ അവരില്ല സ്റ്റേജിൽ എന്നെ ഉണ്ടായിട്ടില്ല ഒരു സമയത്ത്. കാരണം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം അവരെ മാർക്കറ്റിംഗ് കമ്പനിയും അവരെ പ്രൊഡക്ഷൻ കമ്പനിയും ഇടിയുന്നത് കൊണ്ടും അവരെ പ്രൊഡക്ഷൻ കമ്പനിയെല്ലാം അവർ പറഞ്ഞിട്ടാണ്. കാരണം ഈ പറയുന്ന സിംഗേഴ്സ് മൊത്തം ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അവരൊരു സമയത്ത് മൊത്തം എന്നെ എന്നുകൊണ്ട് പിന്തള്ളി അല്ലെങ്കിൽ എന്നെ പ്രശ്നക്കാരാക്കിയ എല്ലാ സിംഗേഴ്സിനും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ മുകളിൽ മാത്രമൊന്നുമല്ല, ഞാനെന്നുള്ള ക്യാരക്ടർ അവർക്ക് കറക്റ്റ് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അന്ന് ഓൾറെഡി മനസ്സിലായില്ല. അവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വന്ന് മൊത്തം എടുത്ത് വാരി അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഒരിക്കലും. പക്ഷെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓൾറെഡി കൈയടക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എനക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആൽബം എന്ന് പറഞ്ഞ സെക്ഷൻ 1000 പാട്ടൊക്കെയാണ് ഇറക്കുന്നത് അല്ലേ ഒരു വർഷമൊക്കെ? ഒരു വർഷം 1000-ന്റെ മുകളിൽ പാട്ടുകൾ പോയിട്ടുണ്ട്. വീഡിയോസും അങ്ങനെ. വീഡിയോ എല്ലാം നമുക്ക് കഥയൊന്നും ഉണ്ടായാലും കൂടി ഇല്ല. ഡയറക്ടേഴ്സും ഞാൻ ഡെയിലി മറ്റേ ഫിലിം ഷൂട്ടിങ്ങിന് പോകുന്ന പോലെയായിരുന്നു. ഞാൻ ഡെയിലി ഷൂട്ടിങ്, രാവിലെ തൊട്ട് ഇത്ര വരെ ഷൂട്ടിങ്, 7 മണിക്ക് ശേഷം റെക്കോർഡിങ്, രാത്രി ഇങ്ങനെ അടുത്ത ദിവസത്തെ ഫുള്ള് ചിന്തിക്കൽ, ഉറങ്ങലല്ല 2-3 മണിക്കൂർ. ഇവര് വിചാരിക്കുന്നത് നമ്മൾ ഇത്ര കാര്യം പൈസ ഉണ്ടാക്കി വെറുതെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇക്ക പറഞ്ഞു ഒരുപാട് പേര് ഉയർന്നു വരുന്ന സമയത്ത് തഴഞ്ഞിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന്. സലീം കോടത്തൂര്, ഷാഫി കൊല്ലം, താജൂക്ക ഇവരൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഫീൽഡായിരുന്നു ഈ മാപ്പിളപ്പാട്ട് ആൽബം സോങ് രംഗം. ഇക്ക വന്ന സമയത്ത് അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? എങ്ങനെ പ്രതികരണം? അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു നീക്കം എങ്ങനെയായിരുന്നു? സപ്പോർട്ടായിരുന്നോ? തുടക്കകാലത്ത് ഓൾറെഡി എനിക്ക് സപ്പോർട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് എന്താ പറയണ്ടേ, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സമയം എന്നുണ്ടെ അവരെന്നെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ അവരെ മനസ്സിലാക്കി ആ സമയത്ത്. പക്ഷേ ഞാൻ അവർക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ തുടക്കത്തിൽ ആൽബത്തിൽ തന്നെ ലാബിൽ ഈ പറയുന്ന എല്ലാ സിംഗേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി അവരുടെ ആരടിക്കും എന്ന് പറയേണ്ട ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നും ഇന്നും. ഒരു ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഈ പാട്ട് അവർക്ക് എൻ്റെ അടുക്ക് ഈഗോ ഓടിക്കാനൊന്നും ആവശ്യമില്ല. കാരണം അവർ അത്രയും വലിയ കലാകാരന്മാരാണ്. കാരണം അവർക്കല്ല, അവരെ കൂടെയുള്ള ആൾക്കാർക്ക് പറയും, എടാ ഇവരുടെ കൂടെ ഇങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സിംഗേഴ്സിന്റെ ഇടയിൽ ഈ പറഞ്ഞ 4 ആൾക്കാരുണ്ട്. ഷാഫിക്ക ഉണ്ട്, സലീംക്ക് ഉണ്ട്. പക്ഷെ ഷാഫിക്കോ സലീംക്കോ താജുക്കോ ഇവർ 3 ആൾക്കാർ അവരെ തീരുമാനങ്ങളിലല്ലായിരുന്നു ഒരു സമയത്ത് അവരെ കൺട്രോൾ. ശിങ്കിടി മാത്രമല്ല, അവരെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വേറെ ടീംസ് ആയിരുന്നു. അവർ പറയുന്നതാണ് അവർ കേൾക്കുന്നത്. സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ അവർക്കില്ല. അത് അറിയില്ലായിരുന്നു. അവർക്ക് ബിസിനസ് ഇല്ല. പക്ഷെ ഞാൻ ഓൾറെഡി ഇവരെല്ലാവരും
സ്വഭാവം പഠിച്ചിട്ടാണ് ഈ ഫീൽഡിൽ വന്നത്. എല്ലാവരും ആദ്യം പഠിക്കണം. ആദ്യം പഠിച്ച് ഈ ഷാഫിക്ക് എന്താണെന്ന് പഠിച്ച്, സലീംക്ക് എന്താണെന്ന് പഠിച്ച്, താജുക്ക് എന്താണെന്ന് പഠിച്ച്, ആ സമയത്തിൽ ആൽബത്തിലെ എന്തെല്ലാം ടെക്നീഷ്യന്മാർ എന്താണെന്ന് പഠിച്ച്, മാർക്കറ്റിംഗ് സൈഡ് എന്താണെന്ന് എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ കുറേ നെഗറ്റീവ് ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പം പറയുന്നില്ല പാട്ടുകൾ ലിറിക്സ് എനക്കറിയാം ഈ പാട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വൈറലാവും ആ സമയത്ത്. അപ്പോൾ നെഗറ്റീവിൻ്റെ കുറേ സാധനങ്ങളും പ്ലസ്സും നെഗറ്റീവ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു 1000 നെഗറ്റീവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 100+ ഇട്ടാൽ മതി, സാധനം കയറി പോകും. മെഹനാസ് ആ ഒരു വീഡിയോക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഈ മെഹനാസിനെ ചുറ്റിപ്പറ്റിയാണ്. മെഹനാസിനെ എന്തുകൊണ്ട് വെള്ളപൂശി, അതൊഴിച്ചാൽ ഈ ഒരു കുഞ്ഞു പെങ്ങളുടെ കല്യാണം ഹിറ്റായിരിക്കും. മെഹനാസ് ഒരു ഭാര്യ ഉണ്ടായി, ആ റിഫയുടെ മരണം കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിച്ചു, അവളിപ്പം ഗർഭിണിയാണ്. അതിൽ പറയുന്ന വാക്കുകളൊന്ന് ഇക്കൊക്കെ ഒന്നുകൂടി പറയാൻ പറ്റും. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യ ഭാര്യ മരിച്ച മെഹനാസിന്റെ സമനില തെറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ സുഹൃത്തുക്കൾ കണ്ടത് കൊണ്ട് മാത്രമാണ് അവനിന്നൊരു ജീവിതം കിട്ടിയത്. പുതിയ ജീവിതത്തിലേക്ക് കടന്ന മെഹനാസിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. എന്തൊരു വെള്ളപൂശലാണത് കേട്ടോ. ഈ ഒരു കമൻസ് ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലാദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചില പുതിയ ആൾക്കാർ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് 9ാം ഭാഗമേ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ 8ാം ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ മെഹനാസ് തൂങ്ങി മരിക്കുന്ന ഒരു ഷോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷേ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ് ഈ സാധനം. അത് ഓൾറെഡി ഇപ്പോൾ സഫിയായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സഫിയായിട്ട് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മെഹനാസിനെ വേറെ ഏതെങ്കിലും ഒരു നടിയായിട്ട് കല്യാണം കഴിച്ചു എന്നുള്ള സെറ്റപ്പിൽ നമ്മൾ ഈ ആൽബത്തിൻ്റെ എന്തായാലും കൊണ്ടുവരും. മെഹനാസിനോട് കഴിഞ്ഞ വർഷം മെഹനാസൻ എന്നോട് ചോദിച്ചിന്, അന്നെ ഇക്കൊല്ലം കൊന്നിട്ട് അടുത്ത കൊല്ലം മുതൽ ഞാൻ കുഞ്ഞോടെ കല്യാണത്തിന് ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റോറിയാണ് ഇത്. അല്ലാണ്ട് എന്ന് പറയേണ്ടത് ഇത് വെള്ളപൂശാൻ എന്താ, എനിക്കിപ്പോൾ മെഹനാസിന് വെച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ വേറെ കാര്യങ്ങൾ പറയും. ഇതിൽ ഓൾറെഡി നെഗറ്റീവ് മെഹനാസിനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തത് ശരിക്കും അതൊരു നീതികേടായിട്ട് തോന്നുന്നുണ്ട്. കാരണം റിഫ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടുകാര് ഭയങ്കര പ്രശ്നം, ഒരു വീടിനെ മൊത്തം കണ്ണീര് കുടിപ്പിച്ചിട്ടാണ് ഈ മെഹനാസ് എന്ന് പറഞ്ഞ അദ്ദേഹം വേറൊരു കല്യാണം കഴിക്കുന്നത്. ഇപ്പം നല്ലൊരു ജീവിതം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, കസബയാണോ എന്നറിയില്ല ഫിലിം, മമ്മൂക്കാൻ്റെ ഒരു പടത്തിൻ്റെ അടുത്ത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ചങ്ങായി ഫുള്ള് ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തം താത്തി ഒരുവിധം കുലുമാലാക്കി വെച്ച സമയത്ത് മമ്മൂക്കാൻ്റെ ഒരു പടത്തിൽ, കസബിയാണ് ഏതോ ഒരു പടത്തിലാണ്, സന്തോഷ് പണ്ഡിറ്റ് ഒരു മാഷായിട്ടുള്ള വേഷം മമ്മൂക്കായിട്ട് മിങ്കിൾ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ മമ്മൂക്ക ചിന്തിക്കേണ്ടത് എന്താ, ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തം എന്നാണ്ട് ഇല്ലാണ്ടാക്കിയ ഒരുത്തനെ ഞാൻ എന്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് എന്തിനാ എൻ്റെ പടത്തിൽ കയറ്റേണ്ട ആവശ്യമൊന്നും മമ്മൂക്ക ചിന്തിച്ചിനോ? ഇല്ല. മമ്മൂക്ക എന്താ ചിന്തിച്ചത്, ഒരാളെ നമ്മൾ ഒരു കാരണവശാലും ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്തുകൊണ്ട് എന്തെങ്കിലും ഭാവിയിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കിയിട്ടാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാര്യത്തിൽ. അതേപോലെ ഞാൻ എൻ്റെ ബിസിനസ് രീതിയിൽ ഞാൻ ചിന്തിക്കുന്നതാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഫീൽഡിൽ കുറച്ച് ആൾക്കാരെ വെച്ച് ബാക്കി എല്ലാ ആൾക്കാരും ഞാൻ ബിസിനസ് ലെവലിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ മെഹനാസ് ഉൾപ്പെടെ ബിസിനസ് രീതിയിലാണോ കണ്ടത്? മെഹനാസിനോട് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓൾറെഡി ഇങ്ങനെ ക്യാരക്ടറാണ്, ഇതാണ് നിൻ്റെ ക്യാരക്ടർ. ഞാൻ കറക്റ്റായിട്ട് മെഹനാസിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധിക്കില്ല, എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി. ഓൾറെഡി ഇതിനൊരു ഫണ്ട് ഓൾറെഡി ഉണ്ട്, എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ട് നല്ലൊരു ഫണ്ട് കൊടുത്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഈ ഫണ്ട് കൊണ്ട് അവർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേറൊരു കേസ് പറഞ്ഞു കേട്ടോ, കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ വർക്കിൻ്റെ വണ്ടിയിൽ ആരോ വണ്ടിക്ക് നോക്കിക്കോ, ഇപ്പോൾ 60 ആൾക്കാരൊന്നല്ല, ഇത്രയും കൊല്ലത്തിൻ്റെ എടുക്കുക. എല്ലാ പെരുന്നാൾക്കും ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുന്നതും പെരുന്നാളിൻ്റെ പൈസ പിന്നെ അവർ മാറ്റി വെക്കുന്നതും ഞാൻ കൊടുക്കുന്ന പൈസക്കായിരിക്കും. അത് എന്നോട് ഒരുപാട് കലാകാരന്മാർ എന്നോട് പറയാനുണ്ട്, തൻസീറെ നിൻ്റെ പൈസക്കാണ് നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ടത്, നിൻ്റെ പൈസക്കാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ചിന്തിക്കണം, ഇത്രയും 10 വർഷങ്ങളായിട്ട് ഇത്രയും ഇതിൻ്റെ കലാകാരന്മാർ ഒരു 90% ആൾക്കാർ എൻ്റെ അടുക്ക പറഞ്ഞൊരു കേസാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഞാൻ കാരണം ഇവർക്ക് എല്ലാവർക്കും എന്ന് വേണ്ട ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ള സംഭവത്തിൽ ഞാൻ ചിന്തിക്കുന്നില്ലോ. അല്ലാണ്ട് ഇപ്പോൾ അവിടെ ഇത് വന്ന് അങ്ങനെ വന്ന് വെള്ളപൂശൽ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ കാരണം ഇപ്പോൾ മെഹനാസ് ഓൾറെഡി അന്നോണ്ട് പൈസ കിട്ടായിട്ടുള്ള സമയമാണ്. എന്നോട് മെഹനാസ് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം, കാരണം അവൻ ജോബിനൊന്നും പോകുന്നില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമുണ്ട്, പിന്നെ വേറൊരു വർക്കും ഉണ്ട്, വേണ്ടിക്ക് അറ്റൻഡ് ചെയ്യുക. ഷൂട്ടിങ്ങിന് ചില സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ബാക്കിയില്ല. കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് ഉണ്ടാവും, ഓഫീസിൽ നിന്ന് സ്റ്റാഫ് കാര്യങ്ങളിലും വരും, സെറ്റ് ചെയ്യട്ടെ. ഓൻ പറഞ്ഞു ഓക്കെ, എനിക്ക് 1-2 ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എന്ത് ചെയ്ത് ഫസ്റ്റ് ആൾബൂസായിട്ട് ചെയ്തിട്ട് ബാക്കിയല്ല ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വർക്ക് കൊടുക്കുന്നത്. വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ അവർക്കും എല്ലാവർക്കും ഞാൻ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാ ആൾക്കാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ.
ഈ ഒരു വീഡിയോയിൽ കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിൽ 90% ആൾക്കാരും പറയുന്നത് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഒരു കലാസൃഷ്ടി നന്നാവുള്ളൂ. ശരിക്കും കലയിൽ അങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ല. എന്തുകൊണ്ട് അത് ചെയ്തില്ല? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സംഭവങ്ങൾ മാറ്റി നിർത്തണം എന്നില്ല? പ്രേക്ഷകരല്ലേ കാണുന്നത്, പ്രേക്ഷകർ അത് മാറ്റി നിർത്തേണ്ടതല്ലേ? ഞാൻ ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നതാണെങ്കിൽ പ്രേക്ഷകരല്ലേ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നത്. ആ നെഗറ്റീവ് കമൻറ്റ് ഇനിയിപ്പോൾ എന്ത് കമൻറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ബിസിനസ് വർക്കൗട്ട് ആണെങ്കിൽ ആ കമൻറ്റ് വേണ്ടേ? അപ്പൊ മാറ്റി നിർത്തുകയല്ലാലും വേണ്ട. കലയിൽ അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞ റിഫ എന്നൊരു പെൺകുട്ടി മരണപ്പെട്ടു. അതിലൊരുപാട് ദുരൂഹ സാഹചര്യങ്ങൾ. ആ സമയത്ത് അങ്ങനെയുള്ള ഒരാളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ അല്ലേ സിനിമയിലായാലും നമ്മുടെ ഈ ആൽബം സോങ്ങിലായാലും എല്ലാം അങ്ങനെയുള്ളവരെ എല്ലാവരും എന്താ പറയാ ഒരു കറിവേപ്പില പോലെ എടുത്തു കളയാ ചെയ്യുന്നത്. അല്ല, ഞാനൊരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ദിലീപ് ദിലീപാട്ടൻ എത്ര പടങ്ങളിൽ ഈ കേസുമായിട്ട് വന്നിട്ട് അഭിനയിച്ചു പോയിട്ടുണ്ട്? ഇപ്പൊ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ മൊത്തം ദിലീപാട്ടൻ എത്ര പടത്തിൽ വന്നിട്ട് പോയിട്ടുണ്ട്? ഇവിടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് എത്ര പടത്തിൽ അവര് അഭിനയിച്ചു പോയിട്ടുണ്ട്. അവരെ ജോബല്ലേ? അതേപോലെ നമ്മൾ കാര്യം പറയാം, അതൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. ഇതും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം. കാരണം റിഫൻഡി ആയിക്കോട്ടെ മേനാസ് ആയിക്കോട്ടെ, ഇവർ രണ്ടാൾ എനിക്ക് ഒരുപോലെയാണ്. കാരണം റിഫ എൻ്റെ പെങ്ങളെ പോലെ തന്നെയാണ്, മേനാസ് എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. ഞാൻ എവിടെയും ഇവരെ കുറിച്ചിട്ട് ഒന്നുകൊണ്ട് എവിടെയെങ്കിലും പ്രതികരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് കോടതിൻ്റെ പരിധിയിലേ, നമുക്ക് ആർക്കും സംസാരിക്കാൻ പറ്റൂല. എന്നാലും മെഹനാസിനോട് ചോദിച്ചിരുന്നു അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് റിഫയുടെ കാര്യത്തിൽ. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞു? മറുപടി എന്തായാലും നമ്മൾ എന്തായാലും ചോദിക്കുമല്ലോ. ഞാനെന്നല്ല, ഈ ഫീൽഡിൽ ഒരുവിധ ആൾക്കാർക്കെല്ലാം അത് മെഹനാസ് ആയിക്കോട്ടെ ഇതിനെ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് റിഫൻ്റെ ഉപ്പയും ഉമ്മയെല്ലാം നമ്മളെ കോൺടാക്റ്റ് ഇല്ല തന്നെയാണ്. അവർ ഓൾറെഡി എൻ്റെ വാട്സപ്പിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ്, അവർ ഇടയ്ക്ക് വിളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേങ്കിൽ ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കും. പക്ഷെ രണ്ട് സൈഡിലും പറയാൻ ഇപ്പോൾ എന്ത് ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കാന്നേ ഇല്ലൂ. അല്ലാണ്ട് നമ്മളിത് വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മളെ പരിധിയിലുള്ള സംഭവങ്ങളല്ല. എനിക്ക് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ആരും ഹേർട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ ഇപ്പോൾ ബിൻസിനോട് ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞു, ഇത് ഇൻ്റർവ്യൂവിൻ്റെ ഒരു കേസിൻ്റെ അടുത്ത് മറ്റേ ക്യാമറമാൻ ഇങ്ങനെ. അതേപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ പബ്ലിക്കിലോ അല്ലെങ്കിൽ ഇവരെ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തന്നെ ആയിക്കോട്ടെ, ഞാൻ വേറൊരു സത്യം പറയാം. ഇപ്പോൾ മെഹനാസ് ഓൾറെഡി ആദ്യം ഇൻ്റർവ്യൂ എവിടെയും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഖാദർ കരിപ്പടി ഓൾറെഡി സുഹൃത്താണ്. അപ്പോൾ ഖാദർ കരിപ്പടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, എടാ ഒന്ന് മെഹനാസിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? കാരണം വേറെ ആർക്കും ഇവൻ കൊടുക്കുന്നില്ല, നീ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ സ്വാഭാവികമായിട്ട് എന്നാ ചിന്തിക്കുന്നത്, മെഹനാസ് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടടാ, ഖാദറാണ് കാസർഗോഡ്, ഞാൻ ഒന്ന് പോയിട്ട് കൊടുത്തേക്കുന്നു. പക്ഷെ ഇതിൻ്റെ പ്ലസും മൈനസും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇൻ്റർവ്യൂ ചോദിച്ചു ഓൾറെഡി ഖാദർ ഓൾറെഡി സുഹൃത്തായതുകൊണ്ടും ഈ സംഭവങ്ങളായതുകൊണ്ടും പറഞ്ഞു. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ എന്ത് സംഭവിക്കുന്നു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഇപ്പം എൻ്റെ ഒരു വണ്ടി എടുത്ത് പോയിട്ട് എന്നോട് ഒരുത്തും ചോദിക്കുന്നത്, ഒരു വണ്ടി എടുക്കട്ടെ, എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞാൽ ആ വണ്ടി എടുത്തോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് എന്താ പറയണ്ടേ, പോയിട്ട് പോകുന്ന വഴിക്ക് വണ്ടി അടിച്ച് മരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആയി, ഞാൻ ഉത്തരവാദിയാണോ? ആണോ? അത് വേറെ കോണ്ടസ്റ്റ് ആണോ? അല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അതേപോലെയാണ്. കാരണം എൻ്റെ അടുക്ക് ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ അത് ഓൾറെഡി മെഹനാസിനോട് പറഞ്ഞ് ആ ഇൻ്റർവ്യൂ എടുത്തു. അതോട് കൂടിയിട്ട് അവിടെ ചാപ്റ്റർ ക്ലോസ് ആയി. അല്ലാണ്ട് അതിൻ്റെ ബാക്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഇത് പറയാനോ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. മെഹനാസും പറഞ്ഞിട്ടില്ല. മെഹനാസ് ഓൾറെഡി എൻ്റെ അടുക്ക വേണ്ടിയൊക്കെ പറയാം. പക്ഷെ മെഹനാസിന് അതുകൊണ്ട് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. മെഹനാസ് എന്താ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, നമ്മളോട് പറയാത്തതാ. എനിക്കറിയില്ല. ആരോട്? എന്നോടാ? എനിക്കോട്. ഞാൻ പറഞ്ഞല്ലോ, അത് പേഴ്സണലായിട്ട് എൻ്റെ അടുക്ക പല കാര്യങ്ങളും എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്. മെഹനാസും പറഞ്ഞിട്ടുണ്ട്, റിഫൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും നമ്മുടെ അടുക്ക പല കാര്യങ്ങളും നമ്മുടെ അടുക്ക ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഞാനത് എന്ത് ചെയ്യുന്നു ഒരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് ഒരിക്കലും പറയൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീഡിയനെ വിശ്വാസമില്ല. പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീര് അത് ഇക്ക കാണേണ്ടതല്ലേ ഒരു ഡയറക്ടറായിട്ട്? കാണേണ്ടത് കൊണ്ടാണല്ലോ മെഹനാസിൻ്റെ ഉപ്പാനും ഉമ്മാനെല്ലാം ആ ഒരു സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിളിക്കാണ്ട് നിന്നിട്ടില്ല. ഞാനൊരിക്കൽ റിഫൻ്റെ ഉപ്പാനെയും ഉമ്മാനെല്ലാം ഞാൻ വിളിച്ചിട്ട് കൂടുതലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിലും വിളിച്ചിട്ടെല്ലാം ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ പറ്റാത്തതിന് പല കാരണങ്ങളും ഉണ്ട്. അവർ ഉപ്പയെല്ലാം എന്നോട് പറഞ്ഞു, എടാ ഒന്ന് പിന്നെ വരണം, പിന്നെ നീ ഫ്രീ ആകുമ്പോൾ എല്ലാം വന്ന്. ഞാൻ പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഓരോരോ തിരക്കും കാര്യങ്ങളും. പിന്നെ കോഴിക്കോട് അല്ലെ ആ ഭാഗത്തേക്ക് അധികവും ഞാൻ പോക്ക് കുറവാണ് ആ ഭാഗത്ത് പ്രോഗ്രാം കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളിലും. അപ്പോൾ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അല്ലേ?